നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതിയില്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരിട്ട് പരിപാടിയിലേക്ക് വിളിക്കാം. ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതിനായുള്ള ഫോൺ നമ്പർ 0484-2830-510. ഈ നമ്പറിൽ നേരിട്ട് വിളിച്ച് ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. വാർത്തകൾ, ദൃശ്യങ്ങളൊക്കെ വാട്സാപ്പിലേക്ക് അയക്കാം. അതിനായുള്ള നമ്പർ ഇതാണ്: 6235968937. ഈ നമ്പർ വഴി വാട്സാപ്പിലൂടെ ദൃശ്യങ്ങളും വാർത്തകളുമൊക്കെ ഞങ്ങൾക്ക് അയച്ചു നൽകാം. കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് വരികയാണ്. അവിടെ മുല്ലശ്ശേരി കനാലിന്റെ പണി അനന്തമായി നീളുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പണി പൂർത്തിയാക്കാൻ 3 മാസം കൂടി നീട്ടി നൽകിയിട്ടുണ്ട്. കൃത്യസമയത്ത് നിർമ്മാണം നടന്നില്ലെങ്കിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തും എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. ഇപ്പൊ ശരിയാക്കി തരാം എന്ന് ജില്ലാ ഭരണകൂടം പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി. പണി പാതിയായി കിടക്കുകയാണ് മുല്ലശ്ശേരി കനാൽ. ശാപമോഷം വേണ്ടത് ഈ പാതിയായി കിടക്കുന്ന കനാലിന് മാത്രമല്ല, ഇതിന് ചുറ്റിനും ഉള്ള ജനങ്ങൾക്കും വ്യാപാരികൾക്കും കൂടിയാണ്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പ്രകാരമാണ് മുല്ലശ്ശേരി കനാലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 80% പണി പൂർത്തിയായി എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടം സുഗമമായാണ് മുന്നേറിയത്. എന്നാൽ പയ്യെ പണി ഇഴയാൻ തുടങ്ങി. പണി നീളുമ്പോൾ ദുരിതമനുഭവിക്കുന്നത് യാത്രക്കാരും തൊട്ടടുത്തുള്ള വ്യാപാരികളുമാണ്. 1 വർഷത്തോളമായി ഇത് തുടങ്ങിയിട്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വാഹനങ്ങൾ വരുന്നില്ല, കസ്റ്റമർ വരുന്നില്ല, പിന്നെ നടക്കാൻ ബുദ്ധിമുട്ട്. ഇത് കോവിഡിന് മുമ്പേ ഇവരിങ്ങനെ ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാണ്. ഞാനിവിടെ വർഷങ്ങളായിട്ടിവിടെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കസ്റ്റമർ വരുന്നില്ല, മറ്റെല്ലാം കൊണ്ടും ഭയങ്കരമായ ദുരിതം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇവിടെ. വാട്ടർ അതോറിറ്റിയുടെ ഭൂമിക്കടിയിലൂടെ പോകുന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുകയാണ് പ്രധാന വെല്ലുവിളി. ഈ പൈപ്പുകൾ മാറ്റാൻ സഹായിക്കാമെന്ന് ജില്ലാ ഭരണകൂടം മുൻപ് പറഞ്ഞിരുന്നുവെങ്കിലും കാര്യമായ സഹായങ്ങളൊന്നും കിട്ടിയില്ലെന്നാണ് കോൺട്രാക്ടറുടെ ആക്ഷേപം. ചിറ്റൂർ റോഡിന്റെ വലതുഭാഗത്തുള്ള സ്ഥലം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. മുല്ലശ്ശേരി കനാൽ അവസാനിക്കുന്ന ശേഷാദ്രി റോഡിന്റെ ഭാഗത്തും വെട്ടിപ്പൊളിക്കൽ തുടരുന്നു. ഇതിനാലാണ് പണി വൈകുന്നതെന്ന് ഒരു വാദം. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് പണി പൂർത്തിയാക്കേണ്ടിയിരുന്ന അവസാന തീയതി. എന്നാൽ നിർമ്മാണ ജോലികൾ തുടരുന്ന ഘട്ടത്തിൽ കോൺട്രാക്ടർക്ക് 3 മാസം കൂടി സമയം നീട്ടി നൽകുകയാണ് അധികാരികൾ. കാൽനടയാത്രക്കാർ നിർമ്മാണം നടക്കുന്ന മുല്ലശ്ശേരി കനാലിന്റെ അരികിലൂടെ നടന്നു പോകുന്നുണ്ട്. എന്നാൽ ഇതുവഴിയിലുള്ള സഞ്ചാരം തൽക്കാലത്തേക്ക് തടസ്സപ്പെടുത്തുവാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുക ഈ സൈഡൊക്കെ. എത്രയും പെട്ടെന്ന് ശരിയായി കിട്ടണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കനാലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിനെതിരെ ഹൈക്കോടതി രംഗത്ത് വന്നിരുന്നു. പദ്ധതി നടപ്പിൽ വരുന്നതോടെ KSRTC സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് ഒരു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. പണി പൂർത്തിയാകാതെ വരുമ്പോൾ സമയം നീട്ടി നൽകുന്നത് നമ്മുടെ നാട്ടിലെ പല പദ്ധതികളുടെയും സ്ഥിരം പല്ലവിയാണ്. പക്ഷേ കൃത്യസമയത്ത് പണി പൂർത്തിയാക്കാൻ കഴിയാത്തത് ആരുടെ പിടിപ്പുകേടാണ്? അതുമാത്രമാണ് ചോദ്യം. ക്യാമറാമാൻ മാഹിൻ ജാഫറിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇനി നമ്മൾ പോകുന്നത് വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. 350ഓളം പേരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഒരു സംഘം മുങ്ങി എന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാണ് കോടികളുടെ വിസ തട്ടിപ്പ് ബംഗളൂരുവിൽ വെച്ച് നടന്നിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ളവരും ഇരകളാക്കപ്പെട്ടിട്ടുണ്ട്. പ്രതിസ്ഥാനത്തും മലയാളികളാണ്. വിസ തട്ടിപ്പിനിരയായ ഒരു കൂട്ടം ആളുകൾ ഇന്ന് വയനാട്ടിലേക്കെത്തി. അവരിൽ നിന്ന് പണം വാങ്ങിയതിൽ ഒരാളുടെ വീട് വയനാട്ടിലാണ്. പക്ഷേ അവിടെയും ആരുമില്ല, ഒരു ഉത്തരവും ലഭിച്ചില്ല. വിദേശത്തേക്ക് പോയി അവിടെ നിന്ന് ജീവിതം ഒന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചിരുന്ന 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ വേദനയോടെ നിൽക്കുന്നത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം നടത്തുന്നത് മലയാളികൾ. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പരസ്യം വന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പറക്കാം, ജോലി റെഡിയാണ് എന്നതായിരുന്നു വാഗ്ദാനം. ആദ്യം പണം കൊടുത്തപ്പോൾ പകരം ചെക്കു നൽകി, എഗ്രിമെന്റ് എഴുതി. അങ്ങനെ വിശ്വാസ്യത ആർജിച്ചു. ആളുകളുടെ സംശയങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി കൂടി ലഭിച്ചതോടെ ചേർന്നവർ സുഹൃത്തുക്കളെയും ഒപ്പം ചേർത്തു. ജീവിതമൊന്ന് രക്ഷപ്പെടണമെന്ന ഒറ്റ ആഗ്രഹത്തിൽ. മാർച്ച് 10 വിസ നൽകാമെന്നേറ്റ തീയതി. അന്നു മുതൽ ബംഗളൂരുവിലെ ഓഫീസ് പൂട്ടിയ നിലയിൽ. ബാങ്ക് അക്കൗണ്ടുകളിൽ പണമില്ല. കൃത്യമായ പദ്ധതിയോടെ 7 അംഗ സംഘം മുങ്ങി എന്നാണ് പരാതി. എനിക്ക് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു ലിങ്ക് വന്നത്. അപ്പോൾ ലിങ്ക് വന്നപ്പോൾ ഞാൻ അതിനകത്ത് കയറി അവർക്ക് ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ എനിക്കൊരു ഡൗട്ട് വന്നിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അതിനകത്ത് ഒന്നും കൊടുക്കാണ്ട് വെയിറ്റ് ചെയ്തു. പിന്നെ എൻ്റെ നാട്ടിലൊരു 2-3 പേര് ഇതിനകത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ അവരോട് ഞാൻ എൻക്വയറി ചെയ്ത് പറഞ്ഞ് കുഴപ്പമില്ല, ജെന്യൂനായിട്ടുള്ള പരിപാടിയാണ്, നിങ്ങൾ കൊടുത്തോളാൻ പറഞ്ഞു. 1.5 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ ചെക്ക് തന്നു. അവർ ചെക്ക് തന്നെന്ന് പറഞ്ഞാൽ ഡോക്ടറോസ് ഇട്ടിട്ടുള്ള ചെക്കാണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് 30 ഡേറ്റ് വെച്ചിട്ടാണ് തന്നിട്ടുള്ളത്, അതായത് മാർച്ച് 30ക്ക്. അത് കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ള ചെക്ക്. അപ്പോൾ നമ്മൾ ആ ചെക്ക് തന്ന സമയത്ത് ചെക്ക് ചെയ്ത സമയത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ അക്കൗണ്ടിൽ എമൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ 10-ാം തീയതി മുതൽ 10-ാം തീയതിക്ക് മുന്നേ ഈ അക്കൗണ്ടിലുള്ള പൈസ മൊത്തം അവർ വിഡ്രോ ചെയ്തു. അതെ, ഒരുപാട് പ്രതീക്ഷയായിട്ട് ഞാൻ ഓൾറെഡി ഗൾഫ് കൺട്രീസ് വർക്ക് ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നാട്ടിലോട്ട് വന്ന ടൈമിൽ ഇങ്ങനൊരു എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടാണ് എനിക്ക് ഇവിടുത്തെ നമ്പർ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തു. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോകാൻ നല്ലൊരു ഇത് വേണമെന്ന്. അപ്പം ഞാൻ ലൈഫ് ഒന്ന് സെറ്റിൽ ആവുമോ എന്ന് വിചാരിച്ചാണെന്ന് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തു. കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ കുറേ കൺവിൻസ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയും. ഇനി അതെന്താവുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഓരോരുത്തർ, ഞാനിത് ഇപ്പം 350 പേരുടെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ബംഗളൂരു പോലീസ് സ്ഥാപനം നടത്തിയ മിള, അഭിഷേക്, അനിൽകുമാർ എന്നിങ്ങനെ 6 പേർക്കെതിരെയും കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കേരളത്തിനു മാത്രമല്ല ആന്ധ്രയിലും തമിഴ്നാട്ടിലുമുള്ളവരും പണം നഷ്ടപ്പെട്ടവരിലുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ആളുകൾക്കും ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു. ഓരോ ആളുകളും അവരവരുടെ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. കോടികളുമായി മുങ്ങിയ സംഘത്തെ ഉടൻ പിടികൂടണം. മലയാളികളെ പറ്റിക്കുന്നതിൽ മലയാളികൾ തന്നെയാണ് മുന്നിൽ. ഇത് ബാംഗ്ലൂരിൽ നടന്നതല്ലേ എന്ന് പറഞ്ഞ് കേരള പോലീസ് ഈ പണം നഷ്ടപ്പെട്ടവരെ ഒഴിവാക്കരുത്. കൂട്ടായ ശ്രമത്തിലൂടെ ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. വിപിൻ സി വിജയൻ, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. നമ്മളടുത്ത വാർത്തയ്ക്കായി മലപ്പുറത്തേക്ക് പോകുന്നു. തൃക്കലങ്ങോട് വീടിന്റെ മുകളിലേക്ക് തെങ്ങ് വീണു. കളത്തിങ്ങൽ ഹാജിയാർപ്പടി സ്വദേശി ഹുസൈന്റെ ഓടുമേഞ്ഞ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു. സമീർ ബിൻ കരീം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അതിനു മുമ്പ് ദൃശ്യങ്ങളിലേക്ക്. സമീർ ബിൻ കരീമുണ്ട്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? നേരം 5 മണിയോട് കൂടെയാണ് സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഈ തൃക്കലങ്ങോട് ഈ ഓടുമേഞ്ഞ വീടിന്റെ മുകളിലേക്ക് തെങ്ങ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കളത്തിങ്ങൽ ഹാജിയാർപ്പടി ഈ ഹുസൈന്റെ ഓടുമേഞ്ഞ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. ഈ സമയത്ത് വീട്ടിൽ 4 പേർ ഉണ്ടായിരുന്നു. അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. അപ്രതീക്ഷിതമായി മഴയുടെ ചിത്രങ്ങൾ പകർത്തുന്നതിനിടയിലാണ് ഈ തെങ്ങ് വീഴുന്ന ചിത്രങ്ങളും ഈ മൊബൈലിൽ പതിഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഈ വീടിനും കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഉന്മേഷ്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് പന്ന്യങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്ക് സൗജന്യ യാത്ര ഒഴിവാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. ഏപ്രിൽ 1 മുതൽ സൗജന്യ യാത്ര ഉണ്ടാകില്ല എന്നാണ് കരാർ കമ്പനി എടുത്തിരിക്കുന്ന നിലപാട്. എന്നാൽ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യ യാത്ര അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം എന്നാണ് ജനകീയ സമരസമിതിയുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട്. പന്ന്യങ്കര ടോൾ പ്ലാസയിൽ ഏപ്രിൽ 1 മുതൽ പ്രദേശവാസികൾക്ക് സൗജന്യ യാത്രയില്ല എന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ 7.5 കിലോമീറ്റർ വരെ വേണമെങ്കിൽ സൗജന്യ യാത്ര അനുവദിക്കാമെന്ന് കമ്പനി പറഞ്ഞിരുന്നു. പ്രദേശവാസികളുടെ ആവശ്യം 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യ യാത്ര വേണമെന്നാണ്. ഇത് നടക്കില്ലെന്നാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. 3 വർഷമായി പന്ന്യങ്കരയിൽ കരാർ കമ്പനി ടോൾ പിരിക്കാൻ തുടങ്ങിയിട്ട് ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെയായിരുന്നു നടന്നത്. പിന്നീട് പതിയെ കമ്പനി ചർച്ചയിലേക്ക് വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം നാട്ടുകാരും ജനപ്രതിനിധികളുമായി നടന്ന ചർച്ചയിൽ 7.5 കിലോമീറ്റർ ദൂരപരിധിയിലുള്ളവർക്ക് സൗജന്യ യാത്ര അനുവദിക്കാമെന്ന് കമ്പനി അറിയിച്ചിരുന്നു. 10 കിലോമീറ്റർ പരിധിയിൽ വരെ സൗജന്യ യാത്ര വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം കമ്പനി തള്ളി. പിന്നീടാണ് ഏപ്രിൽ 1 മുതൽ പ്രദേശവാസികൾക്ക് സൗജന്യ യാത്രയില്ലെന്ന പുതിയ നിലപാട് വന്നത്. പ്രദേശവാസികൾ 10 കിലോമീറ്ററിനകത്തുള്ള ആളുകൾക്ക് സൗജന്യ യാത്ര വേണമെന്ന ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. ഞങ്ങൾ പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് അവർക്ക് അംഗീകരിക്കേണ്ടി വരും. നിലവിൽ അവർ 3 കിലോമീറ്റർ പറഞ്ഞു, 5 കിലോമീറ്റർ തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കളക്ടറുമായി ഇരുന്ന യോഗത്തിൽ MP-യും MLA-യും പങ്കെടുത്ത യോഗത്തിൽ 7.5 കിലോമീറ്റർ വരെ എന്ന് തീരുമാനിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. പക്ഷേ ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, ജനകീയ വേദിയെ പോലുള്ള സമരസംഘടനകൾ എല്ലാവരും ശക്തമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് 10 കിലോമീറ്ററിൽ താഴെയുള്ള 10 കിലോമീറ്ററിൽ ചുരുങ്ങിയിട്ടുള്ള ഒരു ഇടപാടിനും ഞങ്ങൾ തയ്യാറല്ല, സമരവുമായി മുന്നോട്ട് പോവുകയാണെന്നുള്ളത് തന്നെയാണ്. കരാർ കമ്പനിയുടെ തീരുമാനത്തിനെതിരെ സമരം ആരംഭിക്കുമെന്ന് ജനകീയ സമരസമിതിയും രാഷ്ട്രീയ പാർട്ടികളും അറിയിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 1 മുതൽ സൗജന്യ യാത്ര നിർത്താനാണ് നീക്കം. അങ്ങനെയാണെങ്കിൽ കടുത്ത സമരത്തിലേക്ക്.
6 പഞ്ചായത്തിലെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്കും ദേശീയപാതാ നിർമ്മാണത്തിനായി ഭൂമി വിട്ടു നൽകിയവർക്കും ടോൾ പ്ലാസയിലൂടെ സൗജന്യ യാത്രയ്ക്ക് അവസരമൊരുക്കണമെന്നാണ് സമരസമിതിയുടെയും നാട്ടുകാരുടെയും ആവശ്യം. 3 വർഷം കൊണ്ട് ഏതാണ്ട് 600 കോടി രൂപയിലധികം കമ്പനി പിരിച്ചെടുത്തു കഴിഞ്ഞുവെന്നാണ് കണക്കെന്ന് നാട്ടുകാർ പറയുന്നു. ദേശീയപാതയ്ക്കായി ഭൂമി വിട്ടു നൽകി ത്യാഗം ചെയ്ത പ്രദേശവാസികളെ മറന്നു മുന്നോട്ടു പോയാൽ അത് തിരിച്ചടിയാകുമെന്നുള്ള തിരിച്ചറിവാണ് രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും സമരത്തോട് തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ കാരണമായത്. സൗജന്യയാത്ര അനുവദിക്കില്ല എന്ന കമ്പനിയുടെ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ പന്നിയങ്കര വീണ്ടും സമരഭൂമിയായി മാറും. അത് അനുവദിച്ചുകൂടാ. ചർച്ചകൾ നടക്കട്ടെ, എല്ലാം പെട്ടെന്ന് അവസാനിക്കട്ടെ. രാജീവ് സുധേനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ദേശീയപാതയ്ക്കായി ഭൂമി വിട്ടു നൽകിയവരാണ് പ്രദേശവാസികൾ. അവരെ മറന്ന് ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാനാണ് തീരുമാനം. പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങളുടെ സമരത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഇപ്പോൾ ടോൾ പിരിവ് തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷത്തിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ തന്നെ 650 കോടിയാണ്. അത് പത്ര റിപ്പോർട്ട് വന്നാണ്. 650 കോടി എന്നുള്ള പത്ര റിപ്പോർട്ട് വന്നാണ്. ആ കണക്കിന് നമ്മുടെ സ്ഥലം വിട്ടുകൊടുത്തവരും ഈ പരിസരവാസികൾക്കും ടോൾ ഫ്രീ ആയി കൊടുക്കണം എന്നുള്ളത് മുമ്പേ പാലിക്കരയിലും ആട്ടുംവെള്ളത്തിലുള്ളതാണ്. ആ പ്രകാരം ഇവിടെയും ആ നിയമം നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ടൗണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ 8-10 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത ടോൾ വരുന്നത്. ഈ ടോളിൻ്റെ 1 കിലോമീറ്റർ ഭാഗത്തുള്ളവർക്ക് ഈ പന്നിയങ്കരിയിൽ നിന്ന് അങ്ങോട്ട് ഒരു മരുന്ന് മേടിക്കാനോ പച്ചക്കറി മേടിക്കാനോ കോഴി വാങ്ങാനോ പോകണമെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ പരിസരവാസികൾക്ക് 10 കിലോമീറ്റർ ചുറ്റളവിൽ ടോൾ വിട്ടുകൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. കമ്പനി തീരെ ഒരു സൗജന്യവും അനുവദിക്കില്ല എന്ന നിലപാടായിരുന്നു തുടക്കത്തിൽ. അവർ കുറേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ജനങ്ങൾക്ക് 10 കിലോമീറ്റർ ദൂരപരിധി നിർബന്ധമായും ആവശ്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് വടക്കഞ്ചേരി പ്രദേശത്തെ ജനങ്ങൾ നിൽക്കുന്നത്. അത് ന്യായമാണ്. സംഘടനകൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി ഇതിൻ്റെ പുറകെ ഉണ്ട്. അവർ പിരിക്കുന്ന അവർ മാത്രം അങ്ങോട്ട് പറഞ്ഞാൽ പോലും അവർ നിരവധി തവണ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഒരു 10 തവണയെങ്കിലും 1-ാം തീയതികൾ വെച്ചിട്ട് ഞങ്ങൾ പിരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അവരതിന് പിൻവാങ്ങുണ്ടായത്. എന്തായാലും സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. നിലവിൽ 6 പഞ്ചായത്തുകളിലായിരുന്നു സൗജന്യ പാസ് കൊടുത്തോണ്ടിരുന്നത്, സൗജന്യമായി യാത്ര ചെയ്യാന്നുള്ളത്. അപ്പോൾ അവസാനം ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ 6 പഞ്ചായത്തുകളിലേക്കുള്ള 10 കിലോമീറ്റർ എന്നുള്ളത് വെച്ചാണ് അവർ 7.5 പറയുന്നത്. എന്തായാലും ഒരു 10 കിലോമീറ്റർ എന്നുള്ള ദൂരപരിധിയിൽ മാത്രമേ ഞങ്ങൾ ആ തീരുമാനം അംഗീകരിക്കുള്ളൂ. ഇല്ലെങ്കിൽ സമരമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ സൗജന്യം വേണം, സൗജന്യ യാത്ര തുടരണം എന്നവർ ആവശ്യപ്പെടുന്നുണ്ട്. രവികുമാർ PB പറയുന്നുണ്ട്, കിട്ടുന്ന ശമ്പളം മുഴുവൻ ടോൾ കൊടുത്തു മുടിയുമല്ലോ നാട്ടുകാർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ടോൾ പിരിവ് കമ്പനിയുടെ ഭാഗത്ത് അനുകൂല നിലപാടുണ്ടാകണം എന്നാണ് പ്രേക്ഷകരും ആവശ്യപ്പെടുന്നത്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവയെ വെടിവെച്ച് കൊന്നു. മൈക്ക് വെടി ദൗത്യത്തിനിടെ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ കടുവ ചാടിയതോടെയാണ് വെടിയുതിർത്തത്. ദിവസങ്ങളോളം ജനങ്ങളെ ഭീതിയിലാക്കിയ കടുവയാണ് ചത്തത്. വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവയെ വീഴ്ത്തിയത് 4 ദിവസം നീണ്ട ദൗത്യത്തിനൊടുവിലാണ്. ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി തേക്കടിയിലെ കടുവാ സങ്കേതത്തിലെത്തിച്ച് ചികിത്സ നൽകാനായിരുന്നു വനം വകുപ്പിന്റെ നീക്കം. എന്നാൽ ഇന്ന് കടുവയ്ക്കടുത്തെത്തിയ ദൗത്യസംഘത്തിന് നേരെ അപ്രതീക്ഷിതമായി കടുവ ചാടി വീഴുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 2:30 ഗ്രാമ്പിയോട് ചേർന്നുള്ള അരണക്കലിൽ കടുവ വീണ്ടും എത്തി. ഒരു പശുവിനെയും നായയെയും കൊന്നു. തുടർന്ന് ഇതിനോട് ചേർന്നുള്ള തേയിലക്കാട്ടിൽ കടുവ വിശ്രമിച്ചു. ഡ്രോൺ നിരീക്ഷണവുമായി വനപാലക സംഘവും സമീപത്ത് തുടർന്നു. ഡോക്ടർമാരായ അനുരാജിന്റെയും അനുമോദിന്റെയും നേതൃത്വത്തിലായിരുന്നു ദൗത്യം. 11 മണിയോടെ സംഘം കടുവയ്ക്കടുത്തേക്ക്. 11:10 ആദ്യ ഡോസ് മയക്കുവെടി. അതേൽക്കാതെ വന്നതോടെ രണ്ടാമത്തെ മയക്കുവെടി. ഇതോടെ കടുവ ദൗത്യസംഘത്തിന് നേരെ ചാടി വീണു. വനം വകുപ്പ് ജീവനക്കാരനായ മനുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഫൈബർ ഷീൽഡും ഹെൽമറ്റും അടിച്ചു പൊട്ടിച്ചു. പിന്നാലെ പലതവണ സ്വയരക്ഷാർത്ഥം വനം വകുപ്പ് വെടിയുതിർത്തു. ഒരാഴ്ച മുമ്പാണ് ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ കാലിനു പരിക്കേറ്റ നിലയിൽ കടുവയെത്തിയത്. വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നതോടെ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതോടെ കൂട് സ്ഥാപിച്ച് പിടികൂടാൻ വനംവകുപ്പ് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. എന്നാൽ കാലിനേറ്റ പരിക്ക് ഗുരുതരമാണെന്നും ആരോഗ്യസ്ഥിതി മോശമാണെന്നും കണ്ടെത്തിയതോടെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3 ദിവസം നടത്തിയ ദൗത്യവും വിജയിച്ചിരുന്നില്ല. ചത്ത കടുവയുടെ ജഡം നാളെ തേക്കടിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. പ്രാണരക്ഷാർത്ഥം ഉതിർത്ത വെടിയേറ്റ് കടുവ ചത്തെങ്കിലും ഗ്രാമ്പിയിലെ ജനങ്ങൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിനരാത്രങ്ങൾ അവർക്ക് ഉറക്കമില്ലാത്തതായിരുന്നു.
വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ ഈ കടുവ കൊല്ലുകയും ചെയ്തിരുന്നു. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. അരുൺ ദേവ് ചോദിക്കുന്നുണ്ട്, ആശാ വർക്കർമാരുടെ സമരം എന്തായെന്നുള്ളത്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതോടെ 3ാം ഘട്ട സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആശാ വർക്കേഴ്സ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ മാസം 20 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. സമരത്തിന്റെ 36ാം ദിവസം നടത്തിയ സെക്രട്ടേറിയറ്റ് ഉപരോധം ഗതാഗത സ്തംഭനമായി മാറി. ഇതിനിടയിൽ സമരപന്തലിൽ കുഴഞ്ഞു വീണ 8 ആശാ വർക്കേഴ്സിനെ ആശുപത്രിയിലേക്ക് മാറ്റി. നിരവധി നേതാക്കളും സംഘടനകളും ഐക്യദാർഢ്യവുമായി എത്തി. 35 ദിവസം സെക്രട്ടേറിയറ്റിന്റെ ഓരം ചേർന്നിരുന്ന അവകാശങ്ങൾ ഉറക്കെ ചോദിച്ചിരുന്ന ആശമാർ ആശയറ്റതോടെ 36ാം ദിവസം ചുട്ടുപൊള്ളുന്ന വെയിലത്ത് റോഡിൽ കിടന്നു പ്രതിഷേധിക്കുകയാണ്. സമരമുഖം ഒരു ഘട്ടം കൂടി കടന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. ഉപരോധ സമരം പൊളിക്കാൻ NHM ഏർപ്പെടുത്തിയ പരിശീലന ക്ലാസിന് നേരെ മുഖം തിരിച്ച ആശാ വർക്കർമാർ കൂട്ടമായി രാവിലെ മുതൽ തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരപന്തലിലേക്ക് എത്തി. CPM ഭീഷണിയിൽ സമരത്തിനെത്താതിരുന്നവർ പോലും മനസ്സുകൊണ്ട് തങ്ങൾക്കൊപ്പമെന്ന സമരക്കാർ. സമരക്കാരെ പ്രതിരോധിക്കാൻ ബാരിക്കേഡും സന്നാഹങ്ങളുമായി പോലീസും നേരത്തെ നിലയുറപ്പിച്ചു. 10:30 സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിച്ചു. പ്രതിഷേധ നിര സെക്രട്ടേറിയറ്റിന്റെ 2ാം കവാടത്തിന് മുന്നിലേക്ക് എത്തിയതോടെ സമരം നടു റോഡിലായി. ഇരുപ്പും കിടപ്പും റോഡിലായി. അതോടെ പ്രധാന പാതയിൽ ഗതാഗതം സ്തംഭിച്ചു. പോലീസ് ഇടപെട്ട വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഓണറേറിയം ലഭിക്കാൻ പാലിക്കേണ്ട 10 മാനദണ്ഡങ്ങൾ ഒഴിവാക്കണമെന്ന സമരക്കാരുടെ ആവശ്യം അംഗീകരിച്ചുള്ള ഉത്തരവിറങ്ങിയതായി സമര നേതാക്കൾ ആശാ വർക്കേഴ്സിനെ അറിയിച്ചു. എന്നാൽ ഓണറേറിയം 21,000 വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന ആശമാർ. 2 മണിയോടെ സമരത്തിന്റെ 2ാം ഘട്ടം പ്രഖ്യാപിച്ചു. മാർച്ച് 20-ാം തീയതി മുതൽ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ പകൽ സമര കേന്ദ്രത്തിൽ തന്നെ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാരം 20-ാം തീയതി രാവിലെ 11 മണിക്ക് ഞങ്ങൾ ആരംഭിച്ചിരിക്കും. ഈ നിരാഹാര സമരം ഈ കേരളത്തിലെ സ്ത്രീ തൊഴിലാളി സമരങ്ങളിൽ നിർണായകമായ ഒരു സമരമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഇതിനിടെ നിരവധി നേതാക്കൾ സമരക്കാർക്ക് ഐക്യദാർഢ്യവുമായി എത്തി. വന്നവരെല്ലാം മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും രൂക്ഷമായി വിമർശിച്ചു. വെയിൽ കൊണ്ട് മഴ കൊണ്ട് പട്ടിണി കിടന്ന് സമരം ചെയ്യുകയാണ് എന്നുള്ളത് അത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. അത് ഒരുപക്ഷെ ഈ AC റൂമുകളിലും ചില്ലുമേടകളിലും ഇരിക്കുന്ന ഭരണാധികാരികൾക്ക് അതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാവില്ല. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് വിഷയം പറയുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ വെച്ച് പറഞ്ഞു, അദ്ദേഹത്തോട് ഫോണിൽ പറഞ്ഞു, ഇനി ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടും പറയും. വിഷയം സഭയിൽ വീണ്ടും ഉയർത്തുമെന്ന രമേശ് ചെന്നിത്തല. ആരോഗ്യമന്ത്രി മാത്രം വിചാരിച്ചാൽ തീരുന്ന ഒരു കാര്യമല്ല ഇത്. മറ്റ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട മുഖ്യമന്ത്രി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ആശമാരോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ സമരം അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്ര സഹായം ഉറപ്പാക്കുമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഞങ്ങൾ എല്ലാവരും വന്നപ്പോൾ പറഞ്ഞു, കേന്ദ്രത്തിൻ്റെ 1000 രൂപ ഉണ്ടായിരുന്നല്ലോ ആദ്യം 2014, 2000 ആക്കി. 2000 അത്ര വലിയൊരു തുകയല്ല എന്ന് ഞങ്ങൾക്കറിയാം. അത് വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുകൂലമായി പ്രതികരിക്കാമെന്ന് മന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞിട്ടുമുണ്ട്. ആ കാര്യത്തിൽ നിങ്ങളോടൊപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങളൊക്കെ സർക്കാർ ഒഴിവാക്കിയത് നല്ല കാര്യം. എന്നാൽ കുടുംബവും കുട്ടികളും പ്രാരാബ്ദങ്ങളും ഒക്കെയുള്ള ഇവർ 232 രൂപ ദിവസ വരുമാനത്തിൽ കുടുംബം എങ്ങനെ പുലർത്തുമെന്ന മാന്ത്രിക വിദ്യ കൂടി മന്ത്രി ഇവർക്ക് പഠിപ്പിച്ചു നൽകണം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നും ക്യാമറമാൻ സജീവനസിനും വിഷ്ണുവിനുമൊപ്പം സുജിത് സുരേന്ദ്രൻ, 24. പൊതുജനം കഴുതയല്ല സാർ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി ഒരാൾ മരിച്ചിട്ടുണ്ട്. കണ്ണൂർ ഇരിട്ടി സ്വദേശി ജോളി തോമസ് ആണ് മരിച്ചത്. പൂനെയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റും പൂനെ വിലാസത്തിലുള്ള ആധാർ കാർഡും ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് കണ്ടെത്തി. ഇദ്ദേഹത്തിന്റെ കാൽ അറ്റുപോവുകയും ചെയ്തിട്ടുണ്ട്. ട്രെയിനിന് മുന്നിലേക്ക് ചാടി എന്നാണ് ദൃക്സാക്ഷികളിൽ ചിലർ പറയുന്നത് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.
മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുതയില്ലെന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതിയുടെ നടപടി. സംഗതി കത്തിപ്പടർന്ന സർക്കാരിന്റെ ഉറക്കം കെടുത്തിയ വൈകാരിക വിഷയമായിരുന്നു. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നതായിരുന്നു അവസ്ഥ. ഒടുവിൽ പ്രശ്നപരിഹാരത്തിന് സർക്കാർ കണ്ടുപിടിച്ച വളഞ്ഞ വഴിയായിരുന്നു മുനമ്പം കമ്മീഷൻ. ഒടുവിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. മുനമ്പത്ത് പ്രശ്നപരിഹാരത്തിനെന്ന പേരിൽ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ തട്ടിൻ പുറത്തായി. നിയമനം അസാധുവാക്കിയ കോടതി കമ്മീഷന് നിയമസാധുതയില്ലെന്ന് വ്യക്തമാക്കി. ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. എന്നാൽ മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മുനമ്പത്തേത് വഖഫ് വസ്തുവകയെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. വഖഫ് ട്രിബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താനാവില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയിൽ ഹർജിയിന്മേൽ വാദം നടക്കുമ്പോഴേ വ്യക്തമായിരുന്നു ഈ കളിയിൽ സർക്കാർ തോൽക്കുമെന്ന്. കോടതിയുടെ ഒരൊറ്റ ചോദ്യത്തിനും കൃത്യമായ മറുപടി സർക്കാരിന് ഉണ്ടായിരുന്നില്ല. പല ഘട്ടത്തിലും സർക്കാരിൻ്റെ ബാലിശമായ മറുപടികൾ കോടതിക്കും അസ്വസ്ഥതയുണ്ടാക്കി. അതേസമയം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള സർക്കാർ തീരുമാനം നീതിയുക്തമല്ലെന്നും കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ യാന്ത്രികമായി തീരുമാനമെടുത്തു എന്നും കോടതി കുറ്റപ്പെടുത്തി. മനസ്സിരുത്തിയല്ല സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. നിയമനത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ല. വഖഫ് ഭൂമിയെന്ന് കണ്ടെത്തിയ വസ്തുവിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താനാവില്ലെന്നും വഖഫ് ബോർഡ് തീരുമാനമോ വഖഫ് നിയമമോ സർക്കാർ പരിഗണിച്ചില്ലെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു. ഇതിനിടെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയതിനെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഹർജി വന്നതോടെ മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം നിലവിൽ നിർത്തിവെച്ചിട്ടുമുണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ എന്നത് തൊലിപ്പുറത്തെ ചികിത്സയാണെന്ന് സർക്കാരിന് നേരത്തെ തന്നെ അറിയാം. എന്നിട്ടും വീണ്ടും അപ്പീലുമായി ഇറങ്ങുന്നത് തടി കഴിച്ചിലാക്കാൻ ഉദ്ദേശിച്ചാണ്. മുനമ്പത്ത് പ്രശ്നപരിഹാരം അകലെ തന്നെ. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് ഉടമസ്ഥാവകാശം ഉറപ്പാക്കണം എന്നാണ് മുനമ്പം സംരക്ഷണ സമിതിക്ക് പറയാനുള്ളത്. കടലിൽ ഇറങ്ങി സമരം ചെയ്യാനാണ് സമരസമിതിയുടെ തീരുമാനം. സർക്കാർ കമ്മീഷനെ നിയമിച്ചത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയെന്ന ആക്ഷേപമുണ്ട്. സമരസമിതി നടത്തുന്ന റിലേ നിരാഹാര സമരം 156 ദിവസം പിന്നിട്ടു. മുനമ്പത്ത് പ്രതിഷേധം കടുത്തതിനു പിന്നാലെയാണ് വിഷയം പഠിക്കാൻ കമ്മീഷനെ സർക്കാർ നിയമിച്ചത്. ഒരു താൽക്കാലിക രക്ഷപ്പെടൽ. മുനമ്പം ഭൂമി തർക്കം പരിഹരിക്കാൻ സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന രാമചന്ദ്രൻ നായർ കമ്മീഷനെതിരെയാണ് ഹൈക്കോടതിയുടെ വിധി. ഇതിന് മറുപടി പറയേണ്ടതും സർക്കാർ തന്നെയാണ്. അടുത്ത നടപടി എന്തായിരിക്കും? ഞങ്ങളുടെ ജീവൻ ഇവിടെ പണയം വെക്കേണ്ടി വന്നാലും രക്തച്ചൊരിച്ചിൽ ഇവിടെ ഉണ്ടാകേണ്ടി വന്നാലും ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ. ഞങ്ങളുടെ സ്ഥലം ഈ മണ്ണ് വിട്ട് ഞങ്ങൾ പോകൂല. കമ്മീഷനെതിരെ ആദ്യം പ്രതിഷേധക്കൊടി ഉയർത്തിയ സമരസമിതി മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാണ് സഹകരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ നിരാശയാണ് ഫലം. ഞങ്ങൾക്ക് അന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. അന്നും ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇരുന്ന ആളെ എല്ലാവരും കരുതിയിരുന്നത്. ഇവര് ഈ ഭരണക്കാര് ഇതാണ് ചെയ്യുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല. സാധാരണപ്പെട്ടവന് ഒരു കൂട്ടം ചെയ്യില്ല. ഇവര് ഭൂസംരക്ഷണ സമിതി സംയുക്ത യോഗം ചേർന്നു. സർക്കാർ നിലപാടിനെതിരെ കടലിലിറങ്ങി സമരം ചെയ്യാനാണ് നീക്കം. വഖഫ് ഭൂമിയാണെന്ന ഹൈക്കോടതി വിധിയെ തുടർന്ന് 610 കുടുംബങ്ങളാണ് മുനമ്പത്ത് കുടിയിറക്കൽ ഭീഷണി നേരിടുന്നത്. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് ഭരണ പ്രതിപക്ഷ കക്ഷികളെന്ന് ആവർത്തിക്കുമ്പോഴും പ്രശ്നപരിഹാരം ഇനിയും അകലെയാണ്. മുനമ്പത്തെ ഭൂമി തർക്കത്തിൽ 3 മാസത്തിനുള്ളിൽ പഠിച്ചു റിപ്പോർട്ട് നൽകുമെന്നായിരുന്നു ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ ഉറപ്പ്. എന്നാൽ ഇപ്പോൾ കമ്മീഷനുമില്ല, റിപ്പോർട്ടുമില്ല. തങ്ങളിനി എന്തു ചെയ്യണമെന്ന ചോദ്യമാണ് മുനമ്പത്തെ ജനത ഒന്നാകെ ചോദിക്കുന്നത്. പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വഖഫ് ബില്ലിലാണ് അവരുടെ പ്രതീക്ഷ. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ബില്ലിനെ പിന്തുണക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. കൊച്ചിയിൽ നിന്ന് മാഹിനൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. പ്രതിഷേധം ശക്തമാക്കാനാണ് മുനമ്പത്തെ സമരസമിതിയുടെ തീരുമാനം. പ്രതികരണങ്ങളിലേക്ക്.
ഞങ്ങളിത് അവസാനിക്കുന്നത് വരെ ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് കിട്ടുന്നത് വരെ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച ഭൂമിയാണിത്. ഞങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മേടിച്ച ഭൂമിയാണ് 36 വർഷങ്ങൾക്ക് മുമ്പ്. ഇനി അത് ഞങ്ങൾക്ക് തന്നെ കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ അന്നേ ചോദിച്ചതുമാണ് ഈ വിഷയത്തിൽ ഇത് 3 മാസക്കാലം കൊണ്ട് റിപ്പോർട്ട് തന്നെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ റിപ്പോർട്ടും കൊടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ 3 മാസക്കാലത്തിനുള്ളിൽ അതിനെ പെട്ടിയിലാക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് അന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. അന്നും ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇരുന്ന ആളെ എല്ലാവരും കരുതിയിരുന്നത്. ഈ ഭരണക്കാർ ഇതാണ് ചെയ്യുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല. സാധാരണപ്പെട്ടവന് ഒരു കൂട്ടം ചെയ്യില്ല. സമരം ചെയ്ത് ഞങ്ങളുടെ ഭൂമിയുടെ ഇത് ഞങ്ങൾ നേടിയെടുക്കും തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സർക്കാർ ഇപ്പോൾ ഉണ്ടെന്ന് ഇപ്പം ഞങ്ങൾക്ക് തോന്നണില്ല. ഇന്നത്തെ ഈ ഇത് കേട്ടിട്ട് അസാധ്യോ ആയ പോലെയാണ് ഞങ്ങൾക്ക് തോന്നണത്. സർക്കാരിൽ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. പാലക്കാട് വാളയാർ ടോൾ പ്ലാസയിൽ കഞ്ചാവ് വേട്ട. 7.5 കിലോഗ്രാം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. ശ്രീജിത്ത്, ഇത് എവിടെ നിന്ന് എത്തിയവരാണ് പിടിയിലായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? മുർഷിദാബാദ് സ്വദേശികളായ 2 പേർ, മിട്ടു അതുപോലെ തന്നെ ജമാൽ അക്തർ എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി അവരെ ഇപ്പോൾ എക്സൈസ് ചോദ്യം ചെയ്തു വരികയാണ്. എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ഇവിടെ നടത്തിയൊരു പരിശോധനയുടെ ഭാഗമായാണ്, സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഇവിടെ നടത്തിയൊരു പരിശോധനയുടെ ഭാഗമായാണ് ഈ 2 പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അവരുടെ ദൃശ്യങ്ങളാണ് ക്യാമറമാൻ രാജീവ് സുദേവ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 7.5 കിലോയോളം തൂക്കം ഈ കഞ്ചാവിന് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ടോൾ പ്ലാസയിൽ വന്ന് വാഹനം ഇറങ്ങി അതിനുശേഷം നടന്നു പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ 2 പേരും ആലുവയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ ഇത് കച്ചവടം ചെയ്യാനാണ് കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇത് കൂടാതെ മറ്റ് ചില പുറത്തും സമാനമായ രീതിയിലുള്ള കച്ചവടം നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. സംസാരിക്കുകയാണ്. നമ്മളെ വിളിച്ചിട്ട് പോകാനുള്ള സാധ്യതയാണെന്നാണ് പറയുന്നത്. അവർ ആലുവയിൽ ഈ കഞ്ചാവ് കൊണ്ടുപോയി അവിടുത്തെ സെറ്റിൽമെൻ്റ് ഉണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളായ ആൾക്കാർ ഇവരെ കാത്തു നിൽക്കുന്നതാണ് പറഞ്ഞത്. ആലുവയിൽ അവിടെ കൊണ്ടുപോയി ഇത്തരത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരെന്നാണ്, അതിൽപ്പെടുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് സാറേ പിടികൂടുന്നത്? നമ്മളിവരെ നടന്നു വരുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഒരു സംശയം തോന്നി ഇവർ ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് കണ്ടത്, കഞ്ചാവ് പിടിച്ചത്. അപ്പോൾ ഇതിനു മുമ്പേ ഉള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് നടന്നു വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നടന്നു പോകുമ്പോൾ അടുത്ത ബസ് സ്റ്റോപ്പിൽ കയറിയിട്ട് ആലുവയിലോട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നമ്മൾക്ക് സംശയം തോന്നി പിടിച്ചപ്പോഴാണ് ഇത്. ഒരു ചെറിയൊരു സംഭവം അല്ല, കാരണം ഇത് സ്ഥിരമായി ഇങ്ങനെ നടക്കുക തന്നെയല്ലേ? ഇതുപോലെ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു ഉദാഹരണം തന്നെയാണ് ഇത്. അതായത് നമ്മൾ ശക്തമായിട്ടുള്ള പരിശോധന ഈ സമയത്ത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പിടിക്കാനെത്തുന്നത്. എന്തായാലും നമ്മുടെ SKN 40യുടെ ഭാഗമായി നടത്തിയ അഭിമുഖത്തിൽ, മുഖ്യമന്ത്രിയുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ശക്തമായ നടപടി അത് കൃത്യമായി തന്നെ നടപ്പാക്കും, ഒരു മാറ്റവുമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാലും പോലീസിനും എക്സൈസിനും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ എക്സൈസിന്റെ നടപടിയെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ശരി ശ്രീജിത്ത്, ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്.